പഠിക്കാനോ പ്രേമിക്കാനോ ബൈക്ക് ഓടിക്കാനോ അറിയാത്ത എൻ്റെ കഥ. എന്നെപ്പോലുള്ളവർക്കും ഒരു കഥയുണ്ട്. സിറ്റ് ഡൗൺ. ഞാൻ പഠിപ്പിക്കാൻ വന്നതല്ല. ഇത് അജിത് സാർ, നിങ്ങളുടെ മോട്ടിവേഷൻ സ്പീക്കർ. ഓക്കെ, താങ്ക് യു. ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സ്വപ്നതുല്യമായ ഒരു കാര്യം പറയാനാണ്. നമ്മളാരും സ്വപ്നം കാണാത്തവരായില്ലല്ലോ. ഓരോരുത്തരും ഓരോ രീതിയിൽ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കണം. നമ്മുടെ രാഷ്ട്രപതി പറഞ്ഞേക്കണം എന്താണ്? നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുക, ആ സ്വപ്നം പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക. അവിടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയവുമായി എത്തുന്നത്. ലൂസിഡ് ഡ്രീംസ്. ശ്രദ്ധിക്കുക. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നല്ല തലമുറയ്ക്ക് വേണ്ടി നല്ല സ്വപ്നങ്ങൾ കാണുക, അത് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക. ലൂസിഡ് ഡ്രീംസ്. ലൂസിഡ് ഡ്രീംസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വപ്നങ്ങൾക്കായുള്ള ലോകം, അതാണ് ലൂസിഡ് ഡ്രീംസ്. ശാസ്ത്രീയമായി അംഗീകരിച്ച സത്യമാണ് ലൂസിഡ് ഡ്രീംസ്. ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഉറങ്ങാൻ കിടക്കുന്ന നിങ്ങൾ രാത്രി 12 മണിക്ക് എഴുന്നേൽക്കുക. കൈ നേരെ വച്ച് മനസ്സിൽ കാണാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ആലോചിക്കുക. തിരിയാനും മറിയാനുമുള്ള ബ്രെയിൻ സിഗ്നൽ വരും. അത് ഓവർകം ചെയ്താൽ സ്വപ്നങ്ങളുടെ അനന്ത ലോകത്തിലേക്ക് പോകാം. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാം, അനുഭവിക്കാം. ഒരിക്കലും സ്വപ്നത്തിൽ നഷ്ടപ്പെടാതെ നോക്കുക. കൈവിരലുകൾ നോക്കിയാൽ സ്വപ്നവും യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ കഴിയും. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും കഴിവുണ്ടാകട്ടെ. ഡിസംബർ 3, 12. എൻ്റെ ഫസ്റ്റ് ലൂസിഡ് ഡ്രീം. ഇതുവരെ ബൈക്ക് ഓടിക്കാൻ അറിയാത്ത ഞാൻ അന്ന് ആദ്യമായി ഡ്രീമിൽ വെച്ച് ബൈക്ക് ഓടിക്കാൻ പഠിച്ചു. നീ ബൈക്ക് ഓടിക്കാൻ പഠിച്ച? അതൊക്കെ ഉണ്ട് ബ്രോ. സൈലൻസ് പ്ലീസ്. എല്ലാവരുടെയും ഇന്റേണൽ മാർക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും കുറേ പേരാണ് ഉണ്ടാറ്. ദീപു, സാബിത്, വിമൽ, എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? എല്ലാ വിഷയത്തിനും അണ്ടറാണല്ലോ. നിങ്ങൾക്കൊന്നും പാസ്സാവണ്ടേ? എന്തിനാ അങ്ങോട്ട് വരുന്നത്? ഞാൻ റീടെസ്റ്റ് ഇടുന്നുണ്ട്. പഠിച്ചെഴുതി പാസ്സായ ഇന്റേണൽ മാർക്ക് തരാം. കേട്ടല്ലോ? അവിടെ ഇരിക്കുന്ന ഇത്തവണയും തോറ്റു. ഒരു തവണയെങ്കിലും ആ ടീച്ചറിൻ്റെ വായിന്ന് നല്ല വാക്ക് കേട്ടിരുന്നെങ്കിൽ. ലൂസിഡ് ഡ്രീം.
ഇത്തവണത്തെ ഇന്റേണൽ മാർക്കിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സാബിത്ത് എല്ലാത്തിനും ടോപ്പാണ്. എല്ലാരും കൺഗ്രാജുലേറ്റ് ചെയ്യൂ. ഇതുവരെ ഞാൻ ജീവിതത്തിൽ പേടിച്ചെന്ന കാര്യങ്ങളൊക്കെ ഡ്രീമിലൂടെ ഞാൻ അനുഭവിച്ചു. മൈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രീം. ഇനി എൻ്റെ പെണ്ണ്. എടാ, ഞാനവളെ പ്രൊപ്പോസ് ചെയ്തു. എവിടെ വെച്ച്? കോളേജിൽ വെച്ച്. അതിനവള് കോളേജിൽ വന്നില്ലല്ലോ. അല്ലടാ, കോളേജിൽ വെച്ച്. ഇല്ലടാ, അവള് വന്നിട്ടില്ല. ഏയ്, നിങ്ങൾ ചുമ്മാ എന്നെ പറ്റിക്കണല്ല. ഇവന് ഭ്രാന്തടാ. ഞാൻ അവളെ പ്രപ്പോസ് ചെയ്ത് സ്വപ്നത്തിൽ. പിന്നെ എനിക്കെന്താ റിയലായിട്ട് തോന്നി? എനിക്ക് ശരിക്കും എന്താ സംഭവിക്കണേ? ഒന്ന് കണ്ണടിച്ച് തുറക്കണത് വരെ ഡ്രീമിലേക്ക് പോകണം. ലൂസിഡ് ഡ്രീം നിർത്തണം. ലൂസിഡ് ഡ്രീം നിർത്തണമെങ്കിൽ ലൂസിഡ് ഡ്രീമിൽ മരിക്കണം. മൈ ലാസ്റ്റ് ലൂസിഡ് ഡ്രീം. കൈ വരക്കണ്. ഇത് ഡ്രീമാണ്. ലൂസിഡ് ഡ്രീം നിർത്തണമെങ്കിൽ ലൂസിഡ് ഡ്രീമിൽ മരിക്കണം. വീണ്ടും കൈ വരക്കണം. ഇതും ഡ്രീമാണ്. പിന്നെ ഇതിന്ന് എങ്ങനെയൊന്ന് പോണേ? ഡ്രീമാണോ റിയാലിറ്റി ആണോ? December 3, 1242. ഡ്രീമാണോ റിയാലിറ്റി ആണോ? ഞാൻ ആദ്യം കയറുന്നത് December 3. ഇന്ന് എണീക്കുമ്പോഴും December 3. എന്തെനിക്ക് സംഭവിക്കുന്നു? ഇപ്പം എണീറ്റേക്കുന്ന ഡ്രീമാണോ അതോ ഇതെല്ലാം ഒരു ദിവസത്തെ ഡ്രീമാണോ? ഏയ്, ഇതെല്ലാം ഒറ്റ ദിവസത്തെ ഡ്രീമല്ലായിരിക്കും. ഇതൊരു ഡ്രീമായിരിക്കും. ഞാൻ ഉണരാൻ ഇനിയും മരിക്കണം.